സോ എന്താണ് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ മീനിങ്? സിംപ്ലി ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫങ്ഷൻസ് ആസ് എൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു എക്കോണമിയിൽ സർപ്ലസ് ഫണ്ട്സ് കയ്യിലുള്ളവർ കാണും. മോസ്റ്റ്ലി അത് ഹൗസ് ഹോൾഡ്സ് ആയിരിക്കും. സർപ്ലസ് ഫണ്ട്സ് കയ്യിലുള്ളവർ കാണും. മറ്റൊരു സൈഡിൽ ഫണ്ട്സിൻ്റെ ആവശ്യമുള്ള ആൾക്കാർ കാണും. ഫണ്ടിൻ്റെ നീഡുള്ള ആൾക്കാർ കാണും. അപ്പോൾ ഈ സർപ്ലസ് ഉള്ളിടത്തു നിന്ന് നീഡുള്ളിടത്തേക്ക് ഈ ഫണ്ട്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ഒരു ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് സർപ്ലസ് ഉള്ളിടത്തുനിന്ന് എവിടെയാണോ ഡെഫിസിറ്റ് ഉള്ളത്, ആവശ്യമുള്ളത്, അവിടേക്ക് ഈ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫൈനാൻഷ്യൽ സിസ്റ്റം. അതായത് മൊബിലൈസ് ചെയ്യുക. ആരുടെ കയ്യിൽ നിന്ന് മൊബിലൈസ് ചെയ്യുക? സർപ്ലസ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട്സ് മൊബിലൈസ് ചെയ്തിട്ട് അത് എവിടെ എത്തിക്കുക? നീഡുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. So a financial system may be defined as a set of institutions, instruments and markets which promote savings and channels them to their most efficient use. അതായത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ സബ് സിസ്റ്റംസ് ഉണ്ട്. ലൈക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, മാർക്കറ്റ്, ഇതെല്ലാം ചേരുന്നതാണ്. ഇവരെല്ലാം എന്താ ചെയ്യുന്നത്? എന്താ നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ്, ഒരു കൂട്ടം. എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് പ്രൊമോട്ട് സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. സർപ്ലസ് ഉള്ളവരുടെ കയ്യിൽ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ സേവിങ്സിനെ എങ്ങോട്ടേക്ക് ചാനൽ ചെയ്യുന്നു, എങ്ങോട്ടേക്ക് അതിനെ വഴിതിരിച്ചു വിടുന്നു? ടു ദെയർ മോസ്റ്റ് എഫിഷ്യൻറ്റ് യൂസ്. നന്നായിട്ട് അതിനെ യൂസ് ചെയ്യാവുന്ന ഒരു വഴിയിലേക്ക് അതിനെ തിരിച്ചു വിടുന്നു. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ആരൊക്കെ വരും? ഒന്നാം നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഇൻഡിവിജ്വൽസ് വരും. സേവേഴ്സ്, അതായത് സർപ്ലസ് ഫണ്ട് കയ്യിലുള്ള ആൾക്കാർ, അവരാണ് സേവേഴ്സ്. ഇൻ്റർമീഡിയറീസ് വരും, മാർക്കറ്റ്സ് വരും, ഈ സർപ്ലസ് ഫണ്ട് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഓഫ് സേവിങ്സ് വരും, അവർ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്നാണ് ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം. ദേ ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി, ഒരു ഇടനിലക്കാരായിട്ട് ആക്ട് ചെയ്യും. ആർക്കിടയിൽ? സേവേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും. സോ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് ബ്രോഡ്ലി 2 കാറ്റഗറിയിൽ തിരിക്കാം. നമുക്ക് മെയിൻ കമ്പോണൻസിലേക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകുന്നതിന് മുന്നേ നമുക്ക് പൊതുവേ ബ്രോഡായിട്ടുള്ളൊരു രീതിക്ക് നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറെന്നും. ഓർഗനൈസ്ഡ് സെക്ടറെന്നും അൺഓർഗനൈസ്ഡ് സെക്ടറെന്നും. നമുക്ക് ഓർഗനൈസ്ഡ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്തോ ഫോർമലായിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഫോർമലായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന പാർട്ടാണ്. അതായത് നമ്മുടെ ബാങ്ക്സ്, NBFCs, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, പെൻഷൻ ഫണ്ട്സ്, ഇതുപോലെയുള്ള ഫോർമൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന ആ സെക്ടറാണ് ഓർഗനൈസ്ഡ് സെക്ടർ. പേര് പറയുന്ന പോലെ തന്നെ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ബോഡീസ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡീസ്, ദെൻ നമ്മുടെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതൊക്കെ. അപ്പം ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI, അതുപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA, അതുപോലെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇതൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ ഓർഗനൈസ് സെക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് എൻഷോഴ്സ് ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി ആൻഡ് റിലയബിലിറ്റി. അതായത് സുതാര്യമാണ്, നല്ല കാര്യക്ഷമമാണ്, വിശ്വാസ്യത, ഇത്രയും കാര്യങ്ങൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തും. അതാണ് ഓർഗനൈസ് സെക്ടറിൻ്റെ പ്രത്യേകത. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് അൺഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഫോർമൽ, ഇതിന് പുറത്തുള്ളതെല്ലാം. അൺഓർഗനൈസ് സെക്ടർ കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമൽ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഇൻക്ലൂഡിംഗ് മണി ലെൻഡേഴ്സ്, ചിറ്റ് ഫണ്ട്സ് ആൻഡ് അതർ അൺറെഗുലേറ്റഡ് എൻറ്റിറ്റീസ്. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലായിട്ടുള്ള ഇടനിലക്കാർ, അതായത് പണം കടം കൊടുക്കുന്ന മണി ലെൻഡേഴ്സ്, ചിറ്റ് ഫണ്ട്സുകൾ, അല്ലെങ്കിൽ മറ്റ് അൺറെഗുലേറ്റഡ് എൻറ്റിറ്റീസ്, ഈ ഫോർമൽ ഇതിന് പുറത്ത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അവരെല്ലാം ചേരുന്നതാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് ബ്രോഡായിട്ട് 2 കാറ്റഗറി തിരിക്കാം. ഓർഗനൈസ്ഡ് സെക്ടർ എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും. ഇനി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലയിടത്ത് 3 ആയിട്ടും, ചിലയിടത്ത് 4 ആയിട്ടും, ചിലയിടത്ത് ഒരെണ്ണം കൂടി എക്സ്ട്രാ ആയിട്ടും കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലാത്തിലും അകത്ത് വരുന്ന കമ്പോണൻസ് സെയിം തന്നെയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 2 ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, 3 ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്,
4 ഫൈനാൻഷ്യൽ സർവീസസ്. പിന്നെ ചിലയിടത്ത് ഇത് കൂടാതെ നമുക്ക് നമ്മുടെ റെഗുലേറ്റേഴ്സ് ഇല്ലേ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സെബി, RBI, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ദെൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അതൊക്കെ ഒരു കാറ്റഗറി ആയിട്ട് ഫൈനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പറഞ്ഞിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. സോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഒന്നാമത്തെ കമ്പോണൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ക്യാൻ ബി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 2 ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് മണി മാർക്കറ്റും ആവാം, ക്യാപിറ്റൽ മാർക്കറ്റും ആവാം. ദെൻ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുകൂടാതെ ഫൈനാൻഷ്യൽ സർവീസസ്. അത് ഒന്നുകിൽ ഫണ്ട് ബേസ്ഡ് സർവീസസ് ആവാം അല്ലെങ്കിൽ ഫീ ബേസ്ഡ് ആവാം. അപ്പോൾ സോ മെയിൻ കമ്പോണൻസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, financial instruments and financial services. So the major components of Indian financial system are financial institutions, financial markets, financial instruments, financial services. പിന്നെ അത് കൂടാതെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അതിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഫൈനാൻഷ്യൽ റെഗുലേറ്റേഴ്സും ഉണ്ടെന്നുള്ളത് ഓർക്കാം.